നമ്മൾ എപ്പോഴും ഈ മണ്ഡലകാലമാകുമ്പോൾ ഇടത്താവളങ്ങൾ ഒരുക്കിയോ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയോ, വഴിയോരങ്ങൾ, പാതകൾ, പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം വിരിവെക്കാനുള്ള അതൊക്കെ നോക്കും. എല്ലാ കാലത്തും അതിൽ കുറേ പരാതികളും വരാറുണ്ട് അല്ലേ? ഇത്തവണയും ആ ഒരു പരാതിയുണ്ട്. കോന്നി അച്ചൻകോവിൽ റോഡ് മാസങ്ങളായിട്ട് തകർന്നു കിടക്കാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ അവരേറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ആ പാതയാണ്. ആ പാതയിലെ ഗതാഗതം ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതിയും ഉയരുന്നുണ്ട്. റിപ്പോർട്ടാണ്. മണ്ണാർപ്പാറ ഫോറസ്റ്റ് റേഞ്ചിലൂടെ പോകുന്ന പരമ്പരാഗത പാതയിൽ അത്രയും വൻ കുഴികളാണ്. കടിയാർ പാലം കഴിഞ്ഞുള്ള 2 ചപ്പാത്ത് കഴിഞ്ഞ മഴക്കാലത്ത് തകർന്നതാണ്. ഇതോടെ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാതായി. സമീപത്ത് വനം വകുപ്പ് താൽക്കാലിക വഴിയൊരുക്കിയിട്ടുണ്ടെങ്കിലും കുഴിയും ചെളിയും നിറഞ്ഞ അവസ്ഥയിലാണ്. അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രധാന പാതയാണ് ഇങ്ങനെ ചെളിക്കുളമായി കിടക്കുന്നത്. ആവണിപ്പാറ ആദിവാസി കോളനിയിലേക്ക് പോകുന്നതും ഈ വഴിയാണ്. ഈ റോഡ് കിട്ടിയാൽ ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം തമിഴ്നാട്ടിൽ പോകാനെ കൊണ്ട് ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാനെ കൊണ്ട് സൗകര്യമുണ്ട്. പക്ഷേ ഈ റോഡ് ഇല്ലാത്ത കൊണ്ട് ഒരു തരത്തിൽ കൂടെ ഒക്കത്തില്ല. ഈ പാതയിലെ ഇരുവശത്തുമുള്ള കാട് തെളിക്കുന്ന ജോലികൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട്. കോന്നി അച്ചൻകോവിൽ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ യോഗം ഉൾപ്പെടെ വിളിച്ചു ചേർത്തിരുന്നു. ചപ്പാത്തും പുതിയ പാലങ്ങളും നിർമ്മിച്ച് ഉന്നത നിലവാരത്തിൽ റോഡ് പണിയുവാൻ 25 കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കിഫ്ബിക്ക് നൽകിയിട്ടുണ്ടെന്നും ഉടൻ നടപടികൾ പൂർത്തിയാക്കുമെന്നുമാണ് കോന്നി MLA പറയുന്നത്. റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് വിവിധ സംഘടനകളും പ്രദേശവാസികളും. 24 പത്തനംതിട്ട.